നമസ്കാരം. എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് കമ്മ്യൂണിസം. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും മറ്റൊരു രാഷ്ട്രീയ നേതാവിനുമില്ലാത്ത ധാർഷ്ട്യവും അഹങ്കാരവും ഭീഷണിയുടെ സ്വരവും ഒക്കെയുള്ളത് ഈ CPM നേതാക്കൾക്ക് മാത്രമാണ്. CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി, പേര് EN സുരേഷ് ബാബു, ഇവൻ ഇന്നൊരു പ്രസംഗം നടത്തുന്നത് മാധ്യമങ്ങളിലൂടെയൊക്കെ കാണാൻ ഇടയുണ്ടായി. എന്തുകൊണ്ടാണ് ഇവൻ എന്ന് ഞാൻ സംബോധന ചെയ്യുന്നത് എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് തോന്നാം. ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ വേട്ടയാടലിന് ഇരയായിട്ടുള്ള വ്യക്തിയാണ് ഒന്നിലേറെ തവണ. എന്നു മാത്രമല്ല, ഈ EN സുരേഷ് ബാബു എന്ന് പറയുന്ന വ്യക്തി, അയാൾ പാലക്കാട്ടെ സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ നടത്തിയ ഒരു കൊലവിളി പ്രസംഗത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇവൻ എന്നാണ് ആ ഉദ്യോഗസ്ഥനെ ഈ സുരേഷ് ബാബു സംബോധന ചെയ്തത്. CPM പ്രവർത്തകരോട് കളിക്കാൻ വരരുത്, കളിക്കാൻ വന്നാൽ അവൻ്റെ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടും എന്നാണ് ഈ പക്ക ക്രിമിനൽ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. മാധ്യമങ്ങൾക്ക് മുന്നിലല്ല, പൊതുവേദിയിൽ പറഞ്ഞത്. ഒന്ന് ഓർത്തു നോക്കൂ. CPM എന്ന ഗുണ്ടാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നാൽ എന്ത് തന്തയില്ലായ്മത്തരവും ചെയ്യാം, എന്ത് കൊള്ളരുതായ്മയും പറയാം, ആരെയും ഭീഷണിപ്പെടുത്താം എന്നുള്ള ഒരു അഹങ്കാരമാണ് ഈ EN സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള അന്തം കമ്മികൾക്ക്. ഒരു രാഷ്ട്രീയ നേതാവിന് എത്ര മാന്യമായിട്ടു തന്നെ അയാളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാം. പക്ഷേ ഈ സുരേഷ് ബാബു ഒക്കെ ചെയ്യുന്നത് അണികളെ എരികയറ്റി വിടുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ അന്തവും കുന്തവും ഇല്ലാതെ വേദിയുടെ മുന്നിൽ വന്ന് വായും പൊളിച്ച് നേതാവിൻ്റെ വായിലേക്ക് നോക്കിയിരിക്കുന്ന അന്തം കമ്മികൾക്ക് ആവേശം കയറും. ഇവനൊക്കെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും കിടക്കാൻ പറഞ്ഞാൽ കിടന്നുരുളുകയും ചെയ്യും. കൊല്ലാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരും, തല്ലാൻ പറഞ്ഞാൽ തല്ലിയിട്ട് വരും. അതാണ് ഇവരൊക്കെ ലക്ഷ്യമിടുന്നത്. ഇവരൊരു പാർട്ടി നേതാവായതുകൊണ്ടാണ് അയാൾക്ക് ഇത്രയധികം അഹങ്കാരം ഉണ്ടായത്. ഞാൻ CPMന്റെ ഭാഗമാണ്, CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ്, എന്നെ ആരെന്ത് ചെയ്യും എന്നുള്ളൊരു ധാർഷ്ട്യം. യഥാർത്ഥത്തിൽ പോലീസിന്റെ തലപ്പത്തുള്ളവരും പോലീസ് ഉദ്യോഗസ്ഥരും ചെയ്യേണ്ടത് ഇവനെ തൂക്കിയെടുത്ത് അകത്തിടേണ്ടതാണ്. പോലീസിനെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ, കാരണം സംസ്ഥാനത്തിന് ക്രമസമാധാന ചുമതലയുള്ള സേനയാണ് കേരള പോലീസ്. ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഒരു വിഷയം വരുമ്പോൾ ഓടിച്ചെന്ന് കയറേണ്ടത് ഇവൻ്റെ ഒന്നും പാർട്ടി ഓഫീസിലല്ല, ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലേക്കാണ് വന്നു കയറേണ്ടത്. അതുകൊണ്ട് പോലീസ് സംവിധാനം ഇവിടെ കാര്യക്ഷമമായും നിഷ്പക്ഷമായും നിലനിൽക്കേണ്ടത് എന്നെപ്പോലെയുള്ള സാധാരണക്കാരൻ്റെ ആവശ്യമാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കുറേ വാലാട്ടികൾ പോലീസ് സേനയിൽ ഉണ്ടായിരുന്നു. വളരെ ചുരുക്കം ചിലർ, SP ശിവുവിനെ പോലെ, ഹരിലാലിനെ പോലെയുള്ള ചുരുക്കം ചിലർ. ബാക്കിയൊക്കെയുള്ള എല്ലാവരും അവരൊക്കെ അടക്കിപ്പിടിച്ച് ജീവിക്കുകയായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ ജോലി, കാക്കിക്കുപ്പായം, ഇതൊക്കെ സംരക്ഷിക്കാനും അവരുടെ കുടുംബത്തെയൊക്കെ ഓർത്ത് അവരൊക്കെ സഹിച്ചു ജീവിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് അവരിൽ പലർക്കും പഴയ ആർജവം കൈവന്നിരിക്കുന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായതോടുകൂടി അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനും അഭിമാനത്തോടുകൂടി ജോലി ചെയ്യാനും പറ്റുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ്. അതിലവർ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ഇതായിരുന്നോ? പിണറായി വിജയനെയോ നേതാക്കളെയോ ആരെങ്കിലും വിമർശിച്ചാലോ അവരുടെ അഴിമതികൾ തുറന്നു കാണിച്ചാലോ അവരെ വേട്ടയാടാൻ പോലീസിനെ ഉപയോഗിക്കുന്ന ഒരു പ്രവണതയായിരുന്നു കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത്. അതുകൊണ്ടാണ് പോലീസ് സംവിധാനം അധപതിച്ചു പോയത്. ഇന്നിപ്പോൾ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ സെക്രട്ടറിയാണ്. ഒന്ന് ഓർത്തു നോക്കൂ. അയാളാണ് പ്രസംഗിക്കുന്നത് ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ നെഞ്ചത്ത് കയറി താളമേളം ചവിട്ടുമെന്ന്. വീട്ടിൽ അപ്പനോ അമ്മയോ ഉണ്ടെങ്കിൽ അവരുടെ നെഞ്ചത്ത് ചവിട്ടുന്നതായിരിക്കും ഉചിതം. അതാകുമ്പോൾ വേറെ ആരും ചോദിക്കില്ല. നിയമ സംവിധാനങ്ങളൊന്നും വലിയ പ്രശ്നമില്ല. വീടിനകത്താകുമ്പോൾ ആരും അറിയുകയുമില്ല. ഇത്തരം കാര്യങ്ങളൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പോലീസിനെയും പോലീസ് സംവിധാനത്തെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഇത്തരത്തിൽ പരസ്യമായി വെല്ലുവിളിക്കുന്നവന് ഒരു സാധാരണക്കാരൻ ഒന്നുമല്ല. ഒരു സാധാരണക്കാരൻ അവൻ്റെ കണ്ണിലെ കരടായാൽ അവനെ വലിച്ചു കീറും ഇവന്മാർ. അത്തരത്തിൽ എത്രയോ പേരെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ടെന്ന് ഇടുക്കിയിൽ മണി തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മുഖത്ത് മാത്രം 51 വെട്ടുകൾ വെട്ടി ഇല്ലാതാക്കിയവന്മാരാണ് ഈ നരാധമന്മാർ. തെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞതിൻ്റെ അന്നു തന്നെ UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച രമേഷ് പിഷാരടിയുടെ വിജയാഘോഷത്തിനിടയിൽ SFI DYFI പ്രവർത്തകർ കാണിച്ചുകൂടിയ അക്രമവും അതിനുശേഷം പോലീസ് അവരെ നേരിട്ടതും, ഇവരൊക്കെ ഓടി പാർട്ടി ഓഫീസിലേക്ക് അഭയം പ്രാപിച്ചതും പോലീസ് അവരെ അവിടെ നിന്ന് വലിച്ചിറക്കി പഞ്ഞിക്കിട്ടതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അന്നും പോലീസിനെതിരെ ഇത്തരത്തിൽ ഭീഷണി മുഴക്കി. അയാൾക്ക് എത്ര മാന്യമായ ഭാഷയിൽ പ്രതികരിക്കാമായിരുന്നു. പക്ഷേ അയാൾ അത് ചെയ്തില്ല. അതെന്താണ് ധാർഷ്ട്യം? ഇവിടെ എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, എത്രയോ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുണ്ട്. അവരാരെങ്കിലും ഇത്തരത്തിൽ സംസാരിക്കുമോ? അവരാരെങ്കിലും ഇത്തരത്തിൽ പൊതുവേദികളിൽ പറയുമോ? ഇല്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തന്നെ എത്രയോ പേരുണ്ടായിരുന്നു. അവരൊക്കെ ഇത്തരത്തിൽ പ്രതികരിക്കുമോ? അല്ലെങ്കിൽ ഇത്തരത്തിൽ പെരുമാറുമോ പൊതുവേദിയിൽ? ഒരിക്കലും ചെയ്യില്ല. പിണറായി വിജയനാകാൻ പിണറായി വിജയന് മാത്രമേ കഴിയൂ. അയാളുടെ ഈ ധാർഷ്ട്യം, അയാളുടെ ഈ അഹങ്കാരമാണ് ഇന്ന് ഇതുപോലെയുള്ള സുരേഷ് ബാബുവിനെ പോലെയുള്ള ഞാഞ്ഞൂലുകൾക്ക് വളമാകുന്നത്.
അങ്ങനെ പ്രാദേശിക നേതാക്കളായ പലരുമുണ്ട്. ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്തേണ്ടത് പോലീസിന്റെ ചുമതലയാണ്. ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്തണം. കലാപാഹ്വാനത്തിനും ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വധഭീഷണി മുഴക്കിയതിനും കേസെടുത്ത് ഇവനെ ചെവിയിൽ തൂക്കിയെടുത്ത് അകത്തിട്ട് റിമാൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇവനെ പോലെയുള്ളവർക്ക് ഒരു പാഠമാകൂ.